അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികൾക്ക് അഭിവാദനം. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് വർഗീയ ധ്രുവീകരണ ശ്രമങ്ങളാണ്. ഉത്തരേന്ത്യൻ മോഡലിൽ നാട്ടിൽ വിഷയങ്ങളുണ്ടാക്കുകയും അതുവഴി രാജ്യത്ത് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി അധികാരത്തിൽ കയറുക എന്നുള്ളൊരു പരിശ്രമം BJP 1998 കാലം മുതൽക്ക് വളരെ ശക്തമായ രീതിയിൽ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിച്ച് അത് വിജയിച്ചിരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും വിജയിച്ചിരിക്കുന്ന കാര്യമാണ്. നമുക്കറിയും 1998 വരെ കേരളം പോലെ തന്നെ ഫാസിസ്റ്റ് ശക്തിയായ BJPയെ അടുപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു കാരണവശാലും തമിഴ്നാടിൻ്റെ മണ്ണിൽ, ദക്ഷിണേന്ത്യയിൽ തമിഴ്നാടിൻ്റെ മണ്ണിൽ പ്രബുദ്ധരായ ജനങ്ങൾ തയ്യാറായിരുന്നില്ല. ആ ഘട്ടത്തിലായിരുന്നു അവിടെ വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കുകയും വളരെ ഫാബ്രിക്കേറ്റഡായിട്ട് വിഷയങ്ങളുണ്ടാക്കുകയും ബോംബാക്രമണങ്ങൾ ഉണ്ടാക്കുകയും അതൊരു സമുദായത്തിൻ്റെ മേൽ കെട്ടിവെക്കുകയും അതുവഴി രാജ്യത്ത് ധ്രുവീകരണം ഉണ്ടാക്കുകയും ചെയ്ത് അത് വിജയിച്ചിരിക്കുന്ന ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും നടത്തിയ, ഗുജറാത്ത് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നടത്തി അത് വിജയിച്ചിരിക്കുന്ന അതേ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കാനുള്ള നിരന്തര ശ്രമത്തിലാണ് സംസ്ഥാന പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ലോക മുസ്ലിമീങ്ങളുടെ അതുപോലെ സൃഷ്ടാവിൻ്റെ പുണ്യകേന്ദ്രമാണ് എന്ന് വിശ്വസിക്കുന്ന, സൃഷ്ടാവിന് ആരാധന നിർവഹിക്കപ്പെടുന്നതിന് പുണ്യകേന്ദ്രമായി വിശ്വസിക്കുന്ന മക്കത്തുൽ മുക്കറമയിൽ ഒരു ജനപ്രതിനിധി ഉണ്ടാകുമെങ്കിൽ ഹൈന്ദവ മതത്തിൻ്റെ ജനപ്രതിനിധി ഉണ്ടാക്കാൻ വേണ്ടി പറ്റുമോ എന്നൊക്കെയുള്ള ബാലിശമായ കാര്യങ്ങൾ, ഇത് കേൾക്കാനും കൈയടിക്കാനും തലച്ചോറില്ലാത്ത അണികളുണ്ടെങ്കിൽ എന്തും പറയാം എന്നുള്ളൊരു വിഡ്ഢിത്തമാണ് ഈ മനുഷ്യന് വിളിച്ചുപോയിക്കൊണ്ടിരിക്കുന്നത്. അതങ്ങനെ തന്നെ കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്തിൽ മാധ്യമങ്ങൾ അതേ രീതിയിൽ പ്രസിദ്ധീകരിക്കുന്നുണ്ടല്ലോ എന്ന് കാണുമ്പോഴാണ് വളരെയധികം വിഷമം കാണുന്നത്. അത് അർഹിക്കുന്ന അവജ്ഞയോടുകൂടെ തള്ളിക്കളയേണ്ട പ്രസ്താവനകളാണ് എന്ന് പ്രബുദ്ധ കേരളത്തിലെ മാധ്യമങ്ങൾ വിലയിരുത്തണമെന്ന അഭിപ്രായമാണ് വ്യക്തിപരമായിട്ട് നമുക്കുള്ളത്. ഇത് കേരളീയ സമൂഹത്തിൽ രാജീവ് ചന്ദ്രശേഖർ അങ്ങനെ പറയുകയാണെങ്കിലും ഒരിക്കലും അതുപോലെ യഥാർത്ഥ ഹിന്ദുക്കൾ ആരും തന്നെ അങ്ങനെയുള്ള ചോദ്യം ഉന്നയിക്കുകയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. മക്കത്തുൽ മുക്കർമയിലേക്കും കഅബ ഷരീഫിലേക്കും അതുപോലെ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് യാത്ര പോകുമ്പോൾ കേരള സ്റ്റോറി എന്ന യഥാർത്ഥ കേരള സ്റ്റോറി അറിയുന്ന ആളുകൾക്കറിയാം, തൊട്ടടുത്ത നെയ്ബേഴ്സായിട്ടുള്ള സഹോദരിമാരും ഉമ്മമാരുമൊക്കെ പ്രാർത്ഥിക്കുവാൻ വേണ്ടിയിട്ട് എല്ലാ രീതിയിലും ആ പോകുന്ന ആളുകളുടെ വീടുകളിലേക്ക് ചെല്ലുകയും അവിടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്ന വിശാല മനസ്സുള്ള ഹൈന്ദവ സമൂഹത്തെയാണ് നമുക്ക് കാണുവാൻ വേണ്ടി കഴിയുന്നത്. ഇതൊരിക്കലും ഹിന്ദുമതത്തോടുകൂടി ഉള്ള കൂറിൻ്റെ പേരിലല്ല ഇദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിയും പറയുന്നത് എന്ന് കേരള ജനത തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ പറയുവാൻ വേണ്ടി കാരണം എൻ്റെ തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകയിലും അതുപോലെ അതിർത്തി പ്രദേശമായ മഞ്ചേശ്വരത്തും ഒക്കെ അദ്ദേഹത്തിൻ്റെ വിഷ്വലും പോസ്റ്ററുകളും വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. മക്കത്തുൽ മുക്കറമയിൽ ഇങ്ങനെയൊരു സംഭവം ഉണ്ടാക്കാൻ വേണ്ടി പറ്റുമോ എന്ന് BJP പ്രസിഡന്റ് ചോദിച്ചു. അതിന് എണ്ണ ഒഴിക്കാൻ വേണ്ടിയിട്ട്, അതുകൊണ്ട് വർഗീയ കലാപം ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് അദ്ദേഹം നടത്തുന്ന ശ്രമത്തിന് എണ്ണ ഒഴിക്കാൻ വേണ്ടിയിട്ട് ആരും തയ്യാറാവരുത് എന്നുകൂടി ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെയും അതുപോലെ എല്ലാ മതവിശ്വാസികളോടും ഇക്കാര്യം സൂചിപ്പിക്കുവാനുള്ളത്. ഒരു കാര്യം ഉറപ്പാണ്, കേരളത്തിൽ ഒരു കാരണവശാലും രാജീവ് ചന്ദ്രശേഖർ എന്തെല്ലാം തലകുത്തി മറിഞ്ഞാലും സമുദായങ്ങളെ തമ്മിലടിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചാലും ആരാധനാ കേന്ദ്രങ്ങളെ ആക്ഷേപിച്ചാലും തിരിച്ച് ഏതെങ്കിലും ഒരു മുസ്ലിം, യഥാർത്ഥ മുസ്ലിം ഏതെങ്കിലും ഒരു ആരാധനാ കേന്ദ്രത്തെ, ബഹുമാനപ്പെട്ട ശ്രീ ഗുരുവായൂരപ്പൻ്റെ കേന്ദ്രമായ ഗുരുവായൂരമ്പലത്തിൻ്റെ, അതുപോലെ കേരളത്തിലെ പ്രമുഖമായ തീർത്ഥാടന കേന്ദ്രങ്ങളുണ്ട്, ശബരിമല ഉൾപ്പെടെ, അവിടങ്ങളിലെല്ലാം നടക്കുന്ന ആരാധനകളെക്കുറിച്ച് ഏതെങ്കിലും രീതിയിൽ ഒരു നെഗറ്റീവായിട്ടുള്ള ഏതെങ്കിലും രീതിയിലുള്ളൊരു മെസ്സേജ് പോലും ഏതെങ്കിലും ഒരു മുസ്ലിം നാമധാരിയുടെ പേരിൽ വന്നു കഴിഞ്ഞാൽ
കേരളീയ മുസ്ലിം പണ്ഡിത സമൂഹം തീർച്ചയായിട്ടും അത് അപലപിക്കും. അതുമായിട്ട് സമുദായത്തിനോ സമൂഹത്തിനോ ഒരു ബന്ധവുമില്ല എന്ന് പറയുന്നതിൽ ഒരു സന്ദേഹവുമില്ല. ഈ പറഞ്ഞിരിക്കുന്ന രാജീവ് ചന്ദ്രശേഖരൻ്റെ പ്രസ്താവന യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ട ഹൈന്ദവ മതാചാര്യന്മാരുടെ ശ്രദ്ധയിൽ കേരളത്തിൽ പെട്ടിട്ടുണ്ടാകില്ല. ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉറപ്പാണ് ഒരു കാരണവശാലും അങ്ങനെ ഒരു പ്രസ്താവനയോട് ഹിന്ദുമതത്തിന് ഒരു ബന്ധവുമില്ല എന്ന് പറയുവാൻ വേണ്ടിയിട്ട് അവർ തയ്യാറാകും. കേരള സ്റ്റോറി നമുക്ക് പറയാനുള്ളത് ഇത്ര തന്നെയാണ്. ഹൈന്ദവ സമുദായത്തിൻ്റെ പേരിൽ പ്രകോപനം കൊള്ളിപ്പിക്കുവാൻ വേണ്ടി രാജീവ് ചന്ദ്രശേഖർ ശ്രമിച്ചാലും മുസ്ലിം സമുദായത്തിൻ്റെ പേരിൽ പ്രകോപനം കൊള്ളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആര് ശ്രമിച്ചാലും കേരളീയ സമൂഹം അത് തള്ളിക്കളയും, അർഹിക്കുന്ന അവജ്ഞയോടുകൂടെ തള്ളിക്കളയും. അത്രമാത്രമാണ് ഈ കാര്യത്തിൽ പറയുവാനുള്ളത്. രാജീവ് ചന്ദ്രശേഖരൻ്റെ ഉള്ളിലിരിപ്പ് ഇത്രയാണ്. മക്കയെക്കുറിച്ച്, കഅബാലയത്തെക്കുറിച്ച് ആക്ഷേപിച്ച് അവിടെ ഒരു ഹിന്ദു ജനപ്രതിനിധി ഉണ്ടാകണം എന്ന് ചന്ദ്രശേഖർ പറയുകയും അത് ഏറ്റുപിടിച്ചുകൊണ്ട് മുസ്ലിം സംഘടനകളും മുസ്ലിം സമുദായവും തെരുവിലിറങ്ങുകയും വർഗീയ ധ്രുവീകരണം ഉണ്ടാവുകയും അങ്ങനെ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി ഉദ്ദേശിക്കുന്ന ചില മേഖലകളിൽ, മഞ്ചേശ്വരം ഉൾപ്പെടെയുള്ള മേഖലകളിൽ അധികാരത്തിൽ BJPയെ എളുപ്പത്തിൽ എത്തിപ്പിക്കുവാനുള്ള തൻ്റെ ഉള്ളിലിരിപ്പ് നടക്കും എന്നുള്ള ചിന്തയാണ്. കർണാടകയിൽ ഏത് രീതിയിലാണ് സാമ്പത്തിക ക്രമക്കേട് നടത്തിയത് എന്ന് അദ്ദേഹത്തിൻ്റെ അമ്മോഷനോട് തന്നെ അദ്ദേഹത്തിൻ്റെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് നടത്തിയ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് കൃത്യമായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഓരോ വിവരങ്ങളിൽ നിന്നും, ഞെട്ടിക്കുന്ന വാർത്തകളിൽ നിന്നും ആശങ്കയോടുകൂടിയാണ് പ്രസ്ഥാനത്തിൻ്റെ അണികൾ തന്നെ ഇതിനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഓർമ്മപ്പെടുത്തുവാനുള്ളത് മതേതര വിശ്വാസികളോട്, പ്രത്യേകിച്ച് ജനാധിപത്യ മതേതര വിശ്വാസികൾ ഇത്തരം ബാലിശമായ വാദങ്ങൾ ഉന്നയിച്ചു കൊണ്ടുവരുന്ന രാജീവ് ചന്ദ്രശേഖരനെ പോലെയുള്ള ആളുകൾ ഇത്തരം ബാലിശമായ തർക്കങ്ങൾ വാദങ്ങൾ ഉന്നയിച്ചു കൊണ്ടുവരുമ്പോൾ അർഹിക്കുന്ന അവജ്ഞയോടുകൂടെ നമ്മളെല്ലാവരും കാലത്തിൻ്റെ ചവറ്റുകൊട്ടയിലേക്ക് അതിനെ വലിച്ചെറിയപ്പെടേണ്ടതുണ്ട്. തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുള്ള ഒരു നല്ല സന്ദേശം ജനാധിപത്യ കേരളം, മതേതര കേരളം രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെ കേരളീയ സമൂഹത്തിന് നൽകുവാൻ വേണ്ടിയിട്ട് പ്രതിജ്ഞാബദ്ധമാണ്. അതിന് സ്വന്തം പ്രസ്ഥാനങ്ങൾ, ചെറിയ ചെറിയ കൊച്ചു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നവർ എന്തെല്ലാം വിട്ടുവീഴ്ചകൾക്ക് വേണ്ടിയിട്ട് തയ്യാറെടുപ്പ് നടത്തുവാനും അവർ തയ്യാറാണ് എന്നുള്ള കാര്യം രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി അധികാരത്തിലെത്താനും എത്തിപ്പിക്കാനും ശ്രമിക്കുന്ന മുഴുവൻ ആളുകളും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ജയ് ഭാരത്. അസ്സലാമു അലൈക്കും.